നമസ്കാരം. യുവ നോവലിസ്റ്റും 2018 സിനിമയുടെ തിരക്കഥാകൃത്തുമായ അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ വിമർശനവുമായി എഴുത്തുകാരി ഇന്ദു മേനോൻ. അഖിലിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. മുത്തുച്ചിപ്പിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുഖ്യ അവാർഡ് കൊടുക്കുന്നതും ഇനി പ്രതീക്ഷിക്കണമെന്നാണ് ഇന്ദു മേനോന്റെ വിമർശനം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇന്ദു മേനോന്റെ വിമർശനം. കുറിപ്പ് ഇങ്ങനെ: ലിറ്റററി ഫിക്ഷൻ ഇനി ഒന്നിനും ആവശ്യമില്ല. ധാരാളമായി വിറ്റുപോകുന്ന പൾപ്പ് ഫിക്ഷനാണ് ഇനിയത്തെ കാലം. മുത്തുച്ചിപ്പിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുഖ്യ അവാർഡ് കൊടുക്കുന്നതും ഇനി പ്രതീക്ഷിക്കണം. പറങ്ങോടി പരിണയം മലയാള സാഹിത്യത്തിന്റെ മുഖമായി ഇനി നമുക്ക് വയ്ക്കാം. പ്രിൻസ് ജോൺ. ഇന്ത്യയിൽ ഇന്ന് മലയാള സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന യുവമുഖം ഒരു പൾപ്പ് ഫിക്ഷനാണ് എന്നത് അത്ഭുതപ്പെടുത്തുന്നേയില്ല. വി വിജയകുമാർ സാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മൃദുലിന്റെ കഥയ്ക്കും ദുർഗാപ്രസാദിന്റെ കവിതയ്ക്കും മേലെ ഒരു പൾപ്പ് നോവലിനെ പുരസ്കരിക്കുന്ന സാഹിത്യ ഭാവുകത്വമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിധികർത്താക്കൾക്കുള്ളത്. സാഹിത്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള ആദ്യത്തെ പടി പുരസ്കാര വിധി നിർണ്ണയങ്ങളിലൂടെയും മറ്റു പൾപ്പ് കൃതികളുടെയും മതാധിഷ്ഠിത കൃതികളെയും പ്രതിസ്ഥാപിക്കുകയും അപജയിച്ച ഭാവുകത്തെ നിർമ്മിക്കുകയും ആയിരിക്കണം. റാം നിങ്ങൾ കരുതുന്ന അഭിനവ രാമൻ അല്ല ചങ്ങായിമാരെ. നബി ജൂറിയെ ഇരിക്കുന്നവരുടെ പേര് താഴെ നൽകുന്നു. ഇവർ ആരാണെന്നും എന്താണെന്നും വല്ല പിടിപാടും ഉണ്ടോ എന്ന് കുറിപ്പിൽ ചോദിക്കുന്നു. മലയാളം സുശ്രീ എ ജി, ഒലീന, ഡോക്ടർ എ വി രാജീവ്, ഡോക്ടർ ശ്രീവൃന്ദ നായർ എൻ എന്നിവരുടെ പേര് പറഞ്ഞും പട്ടിക പങ്കുവെച്ചുകൊണ്ടുമാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. 5000 രൂപയും ഫലകവുമാണ് ജേതാക്കൾക്ക് ലഭിക്കുക. പുരസ്കാര വിതരണ തീയതി പിന്നീട് അറിയിക്കും. സോഷ്യൽ മീഡിയയിലും കൗമാരക്കാർക്കിടയിലും തരംഗമായ പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നും സിനിമ പഠിക്കാൻ ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീറാം എന്ന യുവാവും ആനന്ദി എന്ന ശ്രീലങ്കൻ യുവതിയുടെയും ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് റാം കെയർ ഓഫ് ആനന്ദിയുടെ ഇതിവൃത്തം. പ്രണയവും പ്രതികാരവും സൗഹൃദവും യാത്രയും ഒക്കെ നിറയുന്ന നോവൽ മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട നോവൽ കൂടിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. അറിഞ്ഞപ്പോൾ മുതൽ കൈയും കാലുമൊക്കെ വിറക്കുകയാണ്. ഇവിടെ വരെ കൊണ്ടെത്തിച്ച ഓരോ മനുഷ്യർക്കും എൻ്റെ ഉമ്മകളെന്നായിരുന്നു അഖിൽ കുറിച്ചത്. അതേസമയം മുൻപും വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എഴുത്തുകാരി ഇന്ദു മേനോൻ. പുരുഷനാണെന്ന ഒറ്റ കാരണം കൊണ്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് പുരുഷന്മാരെന്ന പ്രസ്താവന ഇന്ദു മേനോൻ നടത്തിയിരുന്നു. ഒരു മാധ്യമത്തിന് 2023 നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത്തരമൊരു പരാമർശം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഈ ആൺകുട്ടികളോട് തീരെ ഇഷ്ടമില്ല. പുരുഷനാണെന്ന ഒറ്റ കാരണം കൊണ്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടുകളാണിവർ. ഞാൻ എൻ്റെ മേനോനോട് പറയും, ഈ വീട്ടിൽ നോ പ്രിവിലേജ് എന്ന്. ആൺകുട്ടിയുമായി ജനിച്ചത് നിന്റെ കഷ്ടകാലമാണെന്ന്. ആൺകുട്ടികളോട് എനിക്ക് സ്പർദ്ധ തന്നെ ഉണ്ടായിരുന്നു. പുരുഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ മാത്രമേ നല്ലതുള്ളൂവെന്ന് ഒരു കാലത്ത് ഞാൻ പറയാറുണ്ടായിരുന്നുവെന്നുമായിരുന്നു അന്ന് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇവർ പ്രസ്താവന നടത്തിയത്.